ഇതുപോലെ കംപ്ലൈന്റ് ആയ മൈക്രോവേവ് ഓവനുകൾ നമ്മൾ ഇത് കമ്പനിയിൽ കൊണ്ടുവരുന്ന സമയത്ത് അവർ പറയും ഇതിന്റെ ബോർഡ് പോയി ശരിയാക്കാൻ പറ്റില്ല, നിങ്ങൾ പുതിയത് മേടിക്കുന്നതാണ് നല്ലതെന്ന്. അപ്പൊ സാധാരണഗതിയിൽ പല ആളുകളും എന്ത് ചെയ്യും, പുതിയത് മേടിക്കും. അപ്പൊ അവരോടൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങളെ വീട്ടിലെ മൈക്രോവേവ് ഓവൻ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അത് ശരിയാക്കാൻ പറ്റിയ ഒരു സ്ഥലം നമ്മളെ തൃശ്ശൂരുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് അവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളാണ്. നേരെ വീഡിയോയിലേക്ക്. മാജ് ചേട്ടാ നമസ്കാരമുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇതാ ഇനി നമ്മൾ മൈക്രോവേവ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ നോയിഡ ടിവിയുടെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഈ മൈക്രോവേവ് നമ്മളെല്ലാവരുടെ വീട്ടിലും കംപ്ലൈന്റ് ഉണ്ടാവും. അപ്പൊ താങ്കളിലേക്ക് ഞാൻ എത്തുന്നതും ഇതുപോലെ ഒരു മൈക്രോവേവ് കംപ്ലൈന്റ് ആയിട്ട് ഞാൻ കൊണ്ടുവന്നപ്പോഴാണ്. ഇപ്പൊ ഈ ഇരിക്കുന്ന മൈക്രോവേവ് ഓവന്റെ എന്താണ് കംപ്ലൈന്റ് ഉള്ളത്? ഇതിന്റെ ടച്ച് പാഡ് പോയതാണ്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ സാധാരണ ആളുകൾ നമ്മളിപ്പോ ഇത് ഷോറൂമിൽ കൊണ്ടുകൊടുത്ത സമയത്ത് അവര് പറഞ്ഞെന്താ പറഞ്ഞാല് ഇത് ശരിയാക്കാൻ പറ്റില്ല, ഇതിന്റെ പാർട്സ് കിട്ടില്ല, മോഡല് പോയി. രണ്ട് കാരണമുണ്ട് റെഡിയാക്കാൻ പറ്റാത്തത്. ഒന്ന്, അവരുടെ ആ ബ്രാൻഡല്ല ഇത് അസംബ്ലി ചെയ്യുന്നത്, അവര് മറ്റൊരു ബ്രാൻഡിൽ നിന്ന് വാങ്ങി ആ ബ്രാൻഡിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് സെയിൽ ചെയ്യാണ് ചെയ്യുക. ഇപ്പൊ നവാസിന് നോക്കിയാൽ ഇപ്പൊ കാണാൻ പറ്റും ഓവന്റെ പേര് വേറെ, അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സ്പെയർ പാർട്സിന്റെ. അതെ, ഞാൻ ഇവിടെ വന്നപ്പോ ആദ്യം ശ്രദ്ധിച്ച കാര്യം എന്താ പറഞ്ഞാലേ ഇതിന്റെ ഉള്ളില് ഈ ഇരിക്കുന്ന മാഗ്നറ്റോൺ അതാണല്ലോ സംഭവം അല്ലെ, മാഗ്നറ്റോൺ ബോർഡ് എല്ലാം. അപ്പൊ അതിന്റെ ഒരു പേരും ഇതാ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മളെ വേറൊരു ബ്രാൻഡിന്റെ സാധനം ഇരിക്കുന്നുണ്ട്, അതില് ഉള്ള സാധനത്തിന്റെ മേലുള്ള പേരും തമ്മില് വളരെയധികം വ്യത്യാസമുണ്ട്. അതായത് അത് ബ്രാൻഡിന്റെ എല്ലാ സ്പെയർ പാർട്സിലും ആ ബ്രാൻഡിന്റെ പേരുണ്ടാവും, അവരുടെ തന്നെ പ്രൊഡക്റ്റ് ആണ്. ഇതങ്ങനെയല്ല, ഇത് ചൈനീസ് പ്രൊഡക്റ്റ് ആണ്. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഓരോ ബ്രാൻഡുകാരും വാങ്ങി നോയിഡ ടിവിയുടെ കാര്യം പറഞ്ഞ മാതിരി. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് നമുക്ക് ശരിയാക്കാൻ പറ്റും. ഇതിന്റെ പാർട്സ് ഒക്കെ നമുക്ക് ലഭ്യമാണോ? ലഭ്യമാണ്. നമ്മൾക്ക് ടച്ചിങ് പാഡ് പോയി കഴിഞ്ഞാൽ അതിന് ബദൽ സംവിധാനം നമ്മുടെ അടുത്തുണ്ട്. അതെന്താണ് നമ്മൾ ചെയ്യുന്നത്? അത് ടച്ചിങ് പാഡ് എടുത്തു കളഞ്ഞ്, ഇതാണ് ടച്ചിങ് പാഡ് എന്ന് പറയുന്ന സാധനം, ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളയും. ടച്ചിങ് പാഡ് എന്ന് പറയുന്നത് ഈ പേപ്പർ പോലത്തെ ഈ പേപ്പർ പോലത്തെ സാധനം എടുത്തു കളയും. ഇത് എടുത്ത് കളഞ്ഞ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് മൈക്രോ സ്വിച്ചുകൾ ഫിറ്റ് ചെയ്യും. ആ മൈക്രോ സ്വിച്ചിന് 1 ഇയർ ഗ്യാരണ്ടി ഉണ്ടാവും, 10 വർഷം വരെ ലൈഫും കിട്ടും. ഈ മൈക്രോ സ്വിച്ച് രണ്ടാമത് കംപ്ലൈന്റ് ആയാൽ ഏതാണോ കംപ്ലൈന്റ് പോകുന്ന സിംഗിളായിട്ട് മാറ്റാൻ പറ്റും. പിന്നെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് നമ്മൾ ഈ മൈക്രോ സ്വിച്ച് ഫിറ്റ് ചെയ്തത് യാതൊരു ഫീലിംഗ് ചെയ്തില്ല. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ മൈക്രോ സ്വിച്ച് ആ ഉള്ളിൽ നിന്നുള്ളത്. നമ്മൾ അങ്ങനെ ഒരു സ്വിച്ച് വെക്കുന്നതുകൊണ്ട് ഇത് വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ഒരു കംപ്ലൈന്റും വരാൻ സാധ്യതയില്ല. ഈ ടച്ച് പാഡിൽ അമർത്തുന്ന പോലെ തന്നെയാണ്, ടച്ചിങ് പാഡിൽ അമർത്തുന്ന മാതിരി തന്നെയാണ്. യാതൊരു വൃത്തികേടോ ഭംഗിക്കുറവോ ഒന്നും വരില്ല. നമ്മളൊരു മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കുന്ന ആള് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, കാരണം വീട്ടിലെ അമ്മമാരും നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ആളുകളൊക്കെയാണിത്. അപ്പോൾ നമ്മളൊരു മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ കംപ്ലൈന്റ് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നോൺ വെജ് ഉപയോഗിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഓയിലി ഫുഡുകളൊക്കെ ഇതിനകത്ത് ചൂടാക്കുമ്പം അതിൻ്റെ ഓയിലുകളും കൊഴുപ്പുകളും ഒക്കെ ഇതിൻ്റെ കേസുണ്ട്. ഇതിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ടോപ്പിലൂടെ എല്ലാം പിടിച്ചിരിക്കും. അതവിടെ ഇരുന്ന് ഉണങ്ങി മൈക്രോവേവ് ഫ്രീക്വൻസി പിന്നെ നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് സ്പാർക്ക് അടിക്കും, തീ കത്തുന്ന മാതിരി കാണാൻ പറ്റും. അപ്പൊ ക്യാബിനറ്റ് തുളയും, മാഗ്നറ്റോൺ ഡാമേജ് ആകും, പല കംപ്ലൈന്റ് വരും. അല്ല, നമ്മളിത് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ വെള്ളം ഒഴിച്ച് കഴുകിയ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്? വെള്ളം തുണി നനച്ച് തുടച്ചുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. എപ്പോഴും നമ്മൾ പവറിന് പവർ ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ശേഷം നമ്മൾ പിന്നീട് ഉപയോഗിക്കുക. ദിവസം ഒരു പ്രാവശ്യം, ദിവസം ഡെയിലി ഉപയോഗിക്കുന്നവരാണ്. വൈകുന്നേരം എല്ലാ കുക്കിംഗ് കഴിയുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഇവിടെ ഇതുപോലുള്ള മൈക്രോവേവ് ഓവനുകൾ നമ്മൾ കംപ്ലൈന്റ് ആയിട്ട് ആളുകൾ ഇവിടെ കൊണ്ടുവരാറുണ്ടല്ലോ. അവർ ഏറ്റവും കൂടുതൽ പറയുന്ന കംപ്ലൈന്റുകളും അവരെന്തുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്? ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് ടച്ചിങ് പാഡ് കംപ്ലൈൻറ്റിനാണ് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. കമ്പനിക്കാർ മൊത്തം ടച്ചിങ് പാഡ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാ കമ്പനിക്കാരും തള്ളുകയാണ്. ഈ മോഡലില്ല, ഈ മോഡൽ കഴിഞ്ഞു. ഇപ്പോൾ പ്രശസ്തമായ 2 മോഡലിൻ്റെ LG സാംസങ് ആണ്. അവരുടെയും ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞാൽ പിന്നെ അവർ സ്പെയർ പാർട്സ് മാർക്കറ്റിൽ ഇറക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ളതൊക്കെ നമ്മൾക്ക് ഇവിടെ ടച്ചിങ് പാഡ് റിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. മൈക്രോ സ്വിച്ച് വെച്ചിട്ടാണ് നമ്മളത് ചെയ്ത് കൊടുക്കുക. അതിൻ്റെയൊക്കെ മാഗ്നറ്റോൺ മാറി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രാൻഡിൻ്റെ ഉണ്ട്. 1 ഇയർ വാറണ്ടിയിൽ മാഗ്നറ്റോൺ കമ്പനികളുടെ നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതുപോലെ നിങ്ങളുടെ മൈക്രോവേവ് ഓവന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എടുത്ത് പുറത്തിടുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് വിളിക്കുക, സംസാരിക്കുക അല്ലെ. അപ്പൊ അങ്ങനെ ആരെങ്കിലും ദൂര പ്രദേശത്ത് നിന്നാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നിങ്ങളെ വിളിക്കേണ്ടത്? അവര് നമ്മളെ വിളിച്ച് അവരുടെ ഓവന്റെ കംപ്ലൈന്റ് എന്താണെന്ന് പറയണം. ടച്ച് വർക്കാത്തതാണോ, ചൂടാകാത്തതാണോ എന്ന് പറഞ്ഞാൽ ചൂടാകാത്ത കംപ്ലൈന്റ് ഒക്കെയാണെങ്കിൽ ആ കസ്റ്റമറോട് വെയിറ്റ് ചെയ്ത് തന്നെ 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് എന്ത് കംപ്ലൈന്റ് ആണെങ്കിലും മാറ്റി കൊടുക്കും. ഇപ്പൊ
ദൂരപ്രദേശത്തുള്ള ഒരു വീഡിയോ എടുത്ത് അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് ഐഡന്റിഫൈ പറയാൻ പറ്റും. അപ്പൊ അവരെ ഇതിൽ അവിടുന്ന് കൊറിയർ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ശരിയാക്കി തിരിച്ചയക്കാനും പറ്റും. അല്ല നേരിട്ട് വരാൻ പറ്റുമോ വെച്ചെങ്കിൽ വിളിച്ച് നേരിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചൂടാകാത്ത കംപ്ലൈന്റ് ഒക്കെയാണ് 10 മിനിറ്റ് സമയം മതി, അവരോട് വെയിറ്റ് ചെയ്ത് നമ്മൾക്ക് റെഡിയാക്കി കൊടുക്കാൻ സാധിക്കും. സാധാരണ ഈ മാഗ്നറ്റോൺ ഒക്കെ മാറ്റാൻ ഒരു നോർമൽ ഒരു എത്ര രൂപ വരാറുണ്ട്? 1 ഇയർ വാറണ്ടി കൊടുക്കുന്ന ഒറിജിനലാണെങ്കിൽ 2200 മുതൽ 2600 രൂപ വരും, ബ്രാൻഡഡ് കമ്പനികളുടെ. പിന്നെ ഓവന്റെ സൈസും ഒക്കെ അനുസരിച്ചിട്ട് അത് കൂടുതലും കുറവും വരും. ഫിക്സഡ് റേറ്റ് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മാഗ്നറ്റോൺ കംപ്ലൈന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മാറ്റാതെ പുതിയത് പോയി മേടിക്കുന്നതാണ് മണ്ടത്തരം. ഇപ്പം പുതിയത് ഇറങ്ങുന്നത് മുഴുവൻ തൈഡാണ്. അത് 1 വർഷം 2 വർഷം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിലെ കോട്ടിംഗ് എല്ലാം പോയി കംപ്ലീറ്റ് ഹോളാവും. പിന്നെ ടച്ചിങ് പാഡ് കംപ്ലൈന്റും കൂടുതലാണ് ഇപ്പോൾ വാങ്ങുന്നതിന്റെ. ഇപ്പൊ ക്യാബിനറ്റ് ഡാമേജ് ഇല്ലെങ്കിൽ എന്തുകൊണ്ടും പഴയ ഓവൻ റിപ്പയർ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ സുഹൃത്തുക്കളെ പ്രത്യേകം പറയാം, ഇദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ഈ വീഡിയോന്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും മൈക്രോവേവ് ഓവൻ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മളെ മാത്യു ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാത്യു ചേട്ടനെ പോലെ തന്നെ മറ്റൊരു വ്യത്യസ്ത വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.